കണ്ടുപിടിക്കാനാവുമായിരിക്കും. ഈ ഒരു വാർത്ത കണ്ട് അദ്ദേഹം ഈ ഒരു വാർത്ത കാണട്ടെ. ആ ഓർമ്മകൾ കൃഷ്ണപ്രസാദിന് അത്രമാത്രം പ്രിയപ്പെട്ടതും വേദനിപ്പിക്കുന്നതുമാണ്. കാലം ഇത്ര കടന്നിട്ടും 1983 കേരള ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അതിന് കീഴിൽ ലിബിയയിൽ PECHU അതായത് പ്രോജക്റ്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹൗസിംഗ് യൂണിറ്റിൽ അതിൽ മെക്കാനിക്കായിട്ട് സെലക്ഷൻ കിട്ടിയിട്ട് ഒരു 3.5 വർഷത്തോളം ലിബിയയിൽ നിന്നു. തിരിച്ചു വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് ഹാൻഡ് ബാഗ് അന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ നമുക്ക് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം, കമ്പ്യൂട്ടർ ബാക്കിലെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് തൂക്കം അധികം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ ലിബിയൻ ദിനാറില്ലായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന ഒരാളുണ്ട്, തിരുവനന്തപുരത്തുള്ള കണ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം എനിക്ക് ഒരു 18 റിയാലാന്ന് തോന്നുന്നു, അതിൻ്റെ ഇന്ത്യൻ മണി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അഡ്രസ്സും തന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ബോംബെയിൽ എത്തി നോക്കുന്ന സമയത്ത് എൻ്റെ ബാഗേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടുതൽ അഡ്രസ്സും നഷ്ടപ്പെട്ടു. അന്ന് മുതൽ മാനസികമായിട്ട് വലിയ പ്രയാസമായിരുന്നു. അവിടുന്ന് അദ്ദേഹമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. ഭയങ്കര ഓഫീസിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മെക്കാനിക്കായിട്ടും ജോലി ചെയ്യും. അതേ അവസരത്തിൽ സൈറ്റിലെ എഞ്ചിനീയർ കൂടെ വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്യും. ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി ഡ്രൈവർ പറ്റില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തിട്ട് എഞ്ചിനീയർ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. കടൽ കടന്നെത്തി ജീവിതത്തിന്റെ പ്രാരാബ്ധ ഘട്ടങ്ങളിലും പല വഴികളിലൂടെയും ഇന്നും തന്റെ സുഹൃത്തിനെ തേടി കൃഷ്ണപ്രസാദ് അലയുകയാണ്. ആ വന്ന സമയത്തിന് ഒരുപാട് ട്രൈ ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ രണ്ടാമത് ജോലി കയറി, ഇവിടെ മെക്കാനിക്കായി ജോലി കയറി. പിന്നെ ടൂറിസ്റ്റ് ടാക്സി, ബസ് എടുത്ത് ആ സമയത്ത് നമ്മൾ സമയദോഷം കൊണ്ട് അതൊക്കെ പൊട്ടിയ സമയത്ത് വീണ്ടും പോവുക. ബാക്കി വെച്ച കടം വീട്ടുക മാത്രമല്ല, അന്ന് ചേർത്ത് പിടിച്ച മനസ്സിനെ വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടണം. സമ്മാനങ്ങൾ നൽകണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ആ പണം തിരിച്ചു നൽകണം. ഈ ആഗ്രഹങ്ങൾക്കെല്ലാം അയാൾ ജീവിച്ചിരിപ്പുണ്ടാവണം. കൃഷ്ണപ്രസാദിന്റെ സുഹൃത്തിനായി നമുക്കും കൈകോർക്കാം. നമ്മളായിട്ട് ഒന്ന് ബന്ധപ്പെടില്ലെങ്കിൽ മാതൃഭൂമിയായിട്ട് ഈ സഹായം ചെയ്ത് നിങ്ങളായിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടാൽ ഞാൻ അവിടെ വേണമെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നാലും അതിനുള്ള എല്ലാ ചിലവുകളും ഞാൻ എടുക്കുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ജീവിതത്തിൽ വലിയൊരു എന്താ പറയേണ്ടത്, ഒരു സമാധാനം നമുക്ക് കിട്ടുന്ന സംഗതിയാണ്. നമ്മൾ ആയുസ് എത്രയെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം മരിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. ജോം ടിക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ആ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ആ പണം തിരികെ കൊടുക്കണം, ഒന്ന് കാണണം, ഒന്ന് നന്ദി പറയണം. പക്ഷെ അതിനെല്ലാം നമ്മൾ ആ ദിവസം ജനുവരി 31 ഈ വാർത്ത ഞങ്ങൾ കൊടുക്കുമ്പോൾ പ്രതീക്ഷ വളരെ കുറവായിരുന്നു. പക്ഷേ ആ അപൂർവമായ സംഗമത്തിന് ഇതാ നമ്മൾ സാക്ഷിയാവാൻ പോവുകയാണ്. കൃഷ്ണപ്രസാദും കണ്ണനും കണ്ടുമുട്ടുന്ന ആ മനോഹരമായ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. 38 വർഷത്തെ കാത്തിരിപ്പ് കഴിഞ്ഞു. ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ഞങ്ങൾക്കിതിൽ സ്വപ്ന തുല്യമായൊരു ദിവസമാണ്. വാർത്ത വഴിയൊരുക്കുന്ന, വാർത്തയിലൂടെ നല്ലത് സംഭവിക്കുന്ന ഒരു സുന്ദര നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ഞങ്ങൾ ഓരോരുത്തരും. 38 വർഷം മുൻപത്തെ ആ കടം അവർ തമ്മിൽ തീർക്കുന്നത്, ആ കെട്ടിപ്പിടിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നവർ നേരിട്ട് കാണാൻ പോവുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് അതിന് വേദിയാവാൻ പോകുന്നത്. ഇതിനു മുൻപ് മാതൃഭൂമി ന്യൂസിലൂടെ ഇരുവരും സംസാരിച്ചിരുന്നു. ആ സംസാരം കൂടി കേൾക്കാം. ഒടുവിൽ കൃഷ്ണപ്രസാദിന്റെ വേദന കണ്ണൻ കണ്ടു, ഇങ്ങ് തലസ്ഥാന നഗരിയിൽ നിന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി ദിവസം അന്വേഷിച്ച് നടന്ന ഒരു കക്ഷിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇടയ്ക്ക് ഓർക്കാറുണ്ട്, പുള്ളിയുടെ നമ്പരോ അഡ്രസ്സോ ഒന്നും ഇല്ലാത്തത് കാരണം കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ടുമുട്ടലിലേക്ക് വഴിതെളിച്ച മാതൃഭൂമി ന്യൂസിന് ഇരുവരും നന്ദി അറിയിച്ചു. ഇപ്പോൾ എന്താ പറയേണ്ടത്, ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ നന്ദി കാരണം വെച്ചാൽ മാതൃഭൂമിയിലെ എല്ലാ സ്റ്റാഫിനോടും. ഒരാളൊരു പേരെടുത്ത് പറയുന്നില്ല. കുറേ ദിവസം കൊണ്ട് ഇത് കാണാൻ വേണ്ടി നടക്കുകയായിരുന്നു. അഡ്രസ്സോ നമ്പറോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഈ സന്തോഷം മാതൃഭൂമിയുടെ ഒരുപാട് നന്ദി പറയണം.
ഇത്രയും കൊല്ലത്തിന് ശേഷം ഒരാളിനെ തപ്പിയെടുത്ത് തന്നതിന്. കാത്തിരിപ്പിന്റെ കഥയ്ക്ക് ശുഭപര്യവസാനം. അവർ വൈകാതെ കണ്ടുമുട്ടും. ഞാൻ എന്തായാലും പുള്ളിക്കാരൻ്റെ അവിടെ അങ്ങോട്ട് പോയി പുള്ളിക്കാരനെ നേരിട്ട് കാണും. കോഴിക്കോട്, തിരുവനന്തപുരം ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. അതെ, എത്രയോ വർഷങ്ങളുടെ 3 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ വീണ്ടും കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്രിയപ്പെട്ട കണ്ണനെ കാത്തിരിക്കുകയാണ് കൃഷ്ണപ്രസാദ്. വന്ദേ ഭാരതിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ കൃഷ്ണപ്രസാദ് നിൽക്കുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ എൻട്രൻസ് ഭാഗത്താണ് കൃഷ്ണപ്രസാദ് നിൽക്കുന്നത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ണൻ ഇവിടേക്ക് വരുന്നതുള്ള ആ കാത്തിരിപ്പിലാണ് കൃഷ്ണപ്രസാദ്. എത്തിയിട്ടുണ്ട്. നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇനി ഇങ്ങോട്ട് ഈ കൃഷ്ണപ്രസാദ് നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിയാൽ മാത്രം മതി. ആ ഒരു ചെറിയ ഒരു കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ ആകാംക്ഷ, ആ സന്തോഷം, അതെല്ലാം കൃഷ്ണപ്രസാദിന്റെ മുഖത്ത്, ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്കും വലിയ സന്തോഷം നൽകുന്നൊരു ദിവസമാണ് ഇന്ന്. ലോകമെമ്പാടും ഈ പ്രണയ ദിനം ആഘോഷിക്കുമ്പോൾ 2 ഹൃദയങ്ങൾ ഈ രീതിയിൽ കൂടിച്ചേരാൻ ഞങ്ങൾ കാരണമായി എന്നതിൽ വലിയ സംതൃപ്തിയുണ്ട് ഞങ്ങൾക്കും. നയൻതാരയിലേക്ക് പോവുകയാണ്. എന്താണ് താമസം? എന്താണ് ഈ വൈകുന്നത്? ആ കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ആര്യ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ കണ്ണൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തി. കൃഷ്ണൻ കണ്ണനെ കണ്ടു, നേരിൽ കണ്ടു. വർഷമായുള്ളിൽ നേറിയ സങ്കടം അന്ന് മാതൃഭൂമി വാർത്തയാക്കിയപ്പോൾ കൃഷ്ണപ്രസാദിൻ്റെ സങ്കടം സന്തോഷമായി മാറാൻ അന്ന് അധികം സമയമൊന്നും എടുത്തിരുന്നില്ല. നേരിൽ കാണാൻ ഏകദേശം 13 ദിവസം എടുത്തെങ്കിലും വലിയൊരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ അവർ നേരിൽ കണ്ടു. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കൃഷ്ണപ്രസാദേട്ടൻ അന്ന് നമ്മളെ കരയിപ്പിച്ചതുപോലെ തന്നെ ഇന്നും നമ്മളെ കരയിപ്പിക്കുകയാണ്. ആര്യ, ശരി, എന്തായാലും ചില ഒത്തുചേരലുകൾ മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. അതുപോലെയുള്ള മനോഹരമായ ഒരു ഒത്തുചേരലാണ് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണനും കൃഷ്ണനും കണ്ടുമുട്ടിയിരിക്കുകയാണ്. 3.5 പതിറ്റാണ്ടിന് ശേഷം ആ 2 മനുഷ്യർ, ഹൃദയത്തിലുണ്ടായിരുന്ന 2 മനുഷ്യർ ഇപ്പോൾ നേരിട്ട് കാണുകയാണ്. 40 വർഷം മുൻപ് ലിബിയയിൽ ഉള്ള ഒരു സ്നേഹസമ്മാനം, ആ വേദന അല്ലെങ്കിൽ ആ കാത്തിരിപ്പാണ് ഇന്ന് കോഴിക്കോട് അവസാനിക്കുന്നത്. കുറേ കടങ്ങളുണ്ട്, സ്നേഹത്തിൻ്റെ കടമുണ്ട്. ആ കടം വീട്ടാനാണ് കൃഷ്ണപ്രസാദ് മാതൃഭൂമി ന്യൂസിലൂടെ സ്വന്തം പ്രിയപ്പെട്ട കണ്ണനെ അന്വേഷിച്ചത്. കണ്ണൻ അങ്ങനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നയൻതാര, എനിക്ക് തോന്നുന്നു അവരുടെ കുടുംബവും കൂടെ ഉണ്ടെന്നല്ലേ? അതേ ആര്യ, കുടുംബം, കൃഷ്ണൻ ചേട്ടൻ്റെ കുടുംബം കൂടെയുണ്ട്. കണ്ണൻ ചേട്ടൻ കുടുംബത്തിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇരുവരും കണ്ടുമുട്ടി. ഇനി അവർക്ക് നമ്മളോട്, മാതൃഭൂമി ന്യൂസിനോട്, എല്ലാവരോടും എന്താ പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചാലോ? വളരെ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഉപകാരം, ഭയങ്കര ഒരു ഉപകാരം. ഇത്രയും നന്ദി ആരോടാ പറയേണ്ടത്? ഒരുപാട് പേര് കമൻറ്റും ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് ചെയ്ത ആൾക്കാരോടൊക്കെ നമുക്ക് ഭയങ്കര കടപ്പാടാണ്. എല്ലാവരോടും ഭയങ്കര നന്ദി. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ 40 വർഷമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു പ്രയാസമാണ്. അത് നിങ്ങൾ, അതായത് മാതൃഭൂമിയിലൂടെയാണ് നമുക്കത് സാധിച്ചെടുത്ത്. അത് ഒരു ദിവസം കൊണ്ട് സന്തോഷം പറയാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട് മാതൃഭൂമി എടുത്ത് കാണുമ്പോൾ. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിന് സഹായിച്ച മാതൃഭൂമിയോട് ഒരുപാട് കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും. ഇല്ല, ഒന്നും ഈ അവസ്ഥ ഒന്നും ആളെ കണ്ടില്ലല്ലോ നമുക്ക്. ഇന്ന് വിടുമോ? തിരുവനന്തപുരത്തേക്ക് ഇന്ന് കണ്ണൻ ചേട്ടനെ വിടും? ഓ,
ഇന്ന് തിരിച്ച് വിടുമോ? ഇന്നലെ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അവിടെ അമ്പലമായിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ വീടിൻ്റെ ബാക്കിലുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. പിന്നെ ആറ്റുകാൽ പൊങ്കാല വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും വരും. കണ്ടതിൽ സന്തോഷം ഒരുപാട്. മാതൃഭൂമിയോട് നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാതൃഭൂമിയിലെ മൊത്തം വളരെയധികം നന്ദി. പിന്നെ നമ്മൾ മാതൃഭൂമി തന്നെ കമൻറ്റ് ചെയ്ത് എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. ആര്യ, ഒരു കടംവീട്ടലിൻ്റെ കഥ മാത്രമല്ല, പ്രിയപ്പെട്ട സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷം നമ്മളെല്ലാവരും കണ്ടല്ലോ. ഇവരെ പോലെ തന്നെ എനിക്കും ഏറെ സന്തോഷം തോന്നുന്നു ആ വാർത്തയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. നമ്മുടെ വാർത്ത വഴിയൊരുക്കിയപ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം പ്രിയ സുഹൃത്തുക്കൾ ഒത്തുചേർന്നു. വളരെ സന്തോഷം തോന്നുന്നു. ഇവർക്കൊപ്പം ഞാൻ ഇനി ഇവരുടെ വീട്ടിലേക്ക് പോകും. ഇനി ബാക്കി അവിടെ വെച്ചാണ്. കാരണം ഇവിടെ നമുക്ക് പരിമിതികളുണ്ട്. റെയിൽവേ സ്റ്റേഷനിലാണ് പരിമിതികളുണ്ട്. പക്ഷേ എന്തായാലും നയൻതാര പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു ദിവസം സ്നേഹം എന്ന ആ സങ്കല്പത്തെ അല്ലെങ്കിൽ ആ സ്നേഹത്തെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ദിവസം 2 ഹൃദയങ്ങൾ വീണ്ടും കൂടിച്ചേരുകയാണ് 3.5 പതിറ്റാണ്ടിന് ശേഷം. അതിന് കാരണമാകാൻ ഞങ്ങൾക്കും കാരണമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. നമുക്കൊരു